നമസ്കാരം. ദ്വാരപാലകരായി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും കാവൽ നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാർ സീതാസമേതം കുടികൊള്ളുന്ന ക്ഷേത്രം പൊളിക്കാൻ JCBയുമായി ചെല്ലേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് നഗരവികസന വകുപ്പ്. തൻ്റെ അനധികൃത നിർമ്മാണത്തിനെതിരെ ഉയർന്നുവരുന്ന പൊളിക്കൽ ഭീഷണിക്ക് ഒരു സ്ക്രാപ്പ് വ്യാപാരി കണ്ട പരിഹാരമാണ് ബറൂച്ച് അങ്കലേശ്വർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉദ്യോഗസ്ഥരെ കുഴപ്പത്തിലാക്കിയത്. കഴിഞ്ഞ വർഷം താൻ വാങ്ങിയ കെട്ടിടത്തിൽ അധിക നില നിർമ്മിച്ചുവെന്നാരോപിച്ചും അനധികൃത നിർമ്മാണം പൊളിച്ചു കളയണം എന്നാവശ്യപ്പെട്ടും അതോറിറ്റി നൽകിയ നോട്ടീസ് കൈപ്പറ്റിയ മോഹൻലാൽ ഗുപ്ത ഇപ്പോൾ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങളുള്ള ഒരു ക്ഷേത്രം തന്നെ പ്രസ്തുത കെട്ടിടത്തിൽ നിർമ്മിച്ചാണ് പ്രതിരോധിക്കാൻ ഒരുങ്ങിയത്. എന്തിനധികം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും സാദൃശ്യമുള്ള പ്രതിമകൾ ശ്രീകോവിലിന് പുറത്ത് കാവൽ നിൽക്കുന്നുമുണ്ട്. ഇതും കൂടാതെ ഉത്തർപ്രദേശ് സ്വദേശിയായ ഗുപ്ത ഒരു പടി കൂടി മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി മോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ച അതേ ജനുവരി 22 തന്നെ തൻ്റെ അനധികൃത സ്ക്രാപ്പ് ഗോഡൌണിന് മുകളിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. അനധികൃത നിർമ്മാണം നടക്കുന്നു എന്ന പരാതിയെ തുടർന്ന് നഗരവികസന അതോറിറ്റി ഉദ്യോഗസ്ഥർ കെട്ടിടം പരിശോധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സ്ക്രാപ്പ് വ്യാപാരിയുടെ അഭൂതപൂർവമായ നീക്കം അരങ്ങേറിയത്. മേൽക്കൂരയിലെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുതിയ പരാതികളെ തുടർന്ന് ചൊവ്വാഴ്ച ബൗഡ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുൻകൂർ അനുമതിയില്ലാതെ ഗുപ്ത ഒരു അധിക നില നിർമ്മിച്ചതായി കണ്ടെത്തി. അതേസമയം ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വൻതോതിൽ ആളുകൾ പങ്കെടുത്തതായുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെട്ടു. സംഭവത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പ്ലോട്ടിന്റെ ആവശ്യമായ രേഖകളും മറ്റ് വിശദാംശങ്ങളും സമർപ്പിക്കാൻ ഗുപ്തയ്ക്ക് 7 ദിവസത്തെ സമയം നൽകിയതായി ടൗൺ പ്ലാനർ നിതിൻ പട്ടേൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം പരാതിക്കാരൻ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ആരോപണവുമായി ഗുപ്തയും അധികാരികളെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ മേൽക്കൂരയിൽ ക്ഷേത്രം പണിയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UP മുഖ്യമന്ത്രി യോഗിജിയുടെയും പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്തത് പരാതിക്കാരനും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ട് അവർ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നും അത്തരക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്ന പരാതിയുമായാണ് ഗുപ്ത എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ കൈച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ നഗരവികസന അധികൃതർ. ബാബരിപ്പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത അന്നു തന്നെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും എന്നുവേണ്ട മോദി യോഗിമാരെയും പ്രതിഷ്ഠിച്ച കെട്ടിടം പൊളിച്ചു കളയേണ്ട ഗതികേടിലാണ് അവരിപ്പോൾ. ക്ഷേത്രത്തിന്റെ കാര്യമാവുമ്പോൾ അത് അനധികൃതമെങ്കിലും തങ്ങളെ കൂടി പ്രതിഷ്ഠിച്ച ക്ഷേത്രമാവുമ്പോൾ അത് പൊളിച്ചു മാറ്റാൻ യോഗി ഭരണകൂടം തയ്യാറാവുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.